കുട്ടിക്കാലം മുതൽ പൈലറ്റ് ആവാനാണ് പല്ലവിയുടെ ആഗ്രഹം. അവൾക്ക് പൈലറ്റ് കോഴ്സിന് മുംബൈയിൽ അഡ്മിഷൻ കിട്ടി. പക്ഷെ അവളുടെ കാമുകൻ ഗോവിന്ദിന് സംശയരോഗം കാരണം അവളെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ബന്ധം അവസാനിപ്പിക്കുമെന്ന് പല്ലവി പറയുമ്പോൾ അവൻ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു. പല്ലവിയുടെ മുഖത്തിൻ്റെ ഒരു ഭാഗവും ഒരു കണ്ണിൻ്റെ കാഴ്ചയും കുറയുന്നു. അവൾക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞതിനാൽ അവളുടെ പൈലറ്റ് ലൈസൻസ് റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നു. ഈ തളർച്ചയിൽ നിന്ന് മോചിതയാകാൻ അവളുടെ സുഹൃത്തും പിതാവും അവളെ സഹായിക്കുന്നു. ഒരിക്കൽ അവൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു വിമാന കമ്പനിയുടെ ഉടമയായ വിശാൽ അവളെ കാണുന്നു. അവളുടെ ആത്മവിശ്വാസവും അവനെ ആകർഷിക്കുന്നു. അവൻ എല്ലാവരുടെയും എതിർപ്പുകൾ അവഗണിച്ച് പല്ലവിയെ തൻ്റെ കമ്പനിയിൽ എയർ ഹോസ്റ്റസായി നിയമിക്കുന്നു. പിന്നീട് ഒരിക്കൽ അവളുടെ പഴയ കാമുകൻ വീണ്ടും തിരിച്ചെത്തുന്നു. വിമാനത്തിൽ വെച്ച് അവളോട് മോശമായി പെരുമാറുന്നു, ഉപദ്രവിക്കുന്നു. പല്ലവി പ്രതികരിക്കുമ്പോൾ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായി ട്രെൻഡ് ചെയ്യപ്പെടുന്നു. ഈ കാരണത്താൽ കമ്പനി അവളെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു. നോട്ടീസ് കാലയളവിൽ ഒരു ദിവസം വിമാനയാത്രക്കിടയിൽ പൈലറ്റിന് അസുഖം ബാധിക്കുകയും അടിയന്തര സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. പല്ലവി കൺട്രോൾ റൂമിൻ്റെ സഹായത്തോടെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുകയും ചെയ്യുന്നു. താൻ രക്ഷിച്ച യാത്രക്കാരുടെ സ്നേഹവും ബഹുമാനവും പല്ലവിക്ക് ലഭിക്കുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് പല്ലവി തൻ്റെ സ്വപ്നങ്ങളിലേക്ക് തിരികെ വരുന്നു.